ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ഗിവൺ ബിലോ ഫൈൻഡ് മാച്ചിങ് പെയേഴ്സ് റൈറ്റ് ദെയർ നെയിംസ്. എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് മാച്ചിങ് പെയേഴ്സ് കണ്ടെത്തിയിട്ട് അവരെ നെയിം എഴുതണം. അപ്പോൾ നമ്മൾ ഈ 4 നോക്കുമ്പോൾ 2 സൈഡുകൾ വീതം തന്നിട്ടുണ്ട് അല്ലേ? അതായത് ABC AB 7 സെൻറ്റിമീറ്ററും PR 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം, അവർ നമുക്ക് ഈക്വൽ ആംഗിൾസ് ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ABയിൽ എന്താണ്? ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ AB ഈക്വൽ ടു PR അല്ലേ? AB ഈക്വൽ ടു PR എന്ന് എഴുതാം. പിന്നെ എന്ത് എഴുതാം? ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ആംഗിൾ A ഈക്വൽ ടു, ഈ ട്രയാങ്കിളിലാണെങ്കിൽ ആംഗിൾ A എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ആംഗിൾ Rന് ഈക്വൽ ആണല്ലോ അല്ലേ? അതേപോലെ തന്നെ എന്താണ്? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ P. ഈ ട്രയാങ്കിളിൽ ആംഗിൾ P. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസ് എടുത്താൽ ആംഗിളിൽ ഒരു സൈഡും അതിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസും കറസ്പോണ്ടിങ്ങിൽ ഈക്വൽ ആവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഏത് ക്രൈറ്റീരിയ ആണ്? ASA ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലേ? 2 ആംഗിളും അതിൻ്റെ ഒരു സൈഡും അതിൻ്റെ 2 എൻഡിലുള്ള 2 ആംഗിൾസും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ PQR എന്ന് പറയാം അല്ലേ? അപ്പോൾ ആ 2 പെയേഴ്സിനെ നമ്മൾ എന്താക്കി? ഈക്വൽ ആക്കി. ഇനി മറ്റേ 2 പെയേഴ്സിനെ എങ്ങനെ ഈക്വൽ ആക്കാൻ നമുക്ക് നോക്കാം. ഒരു ക്രൈറ്റീരിയ നമ്മൾ പഠിച്ച് SSS ക്രൈറ്റീരിയ അല്ലേ? 3 സൈഡും തരണം അതിൽ. ഇവിടെ നമുക്ക് 3 സൈഡും തന്നിട്ടില്ല അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അപ്പം അത് എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ് നമുക്ക് തന്നത്? 2 സൈഡും ഒരു ആംഗിളും. ഇവിടെ നമുക്ക് ആംഗിൾസ് 2 തന്നിട്ടുണ്ട്, പക്ഷെ സൈഡുകൾ തന്നിട്ടില്ല. സൈഡുകൾ നമുക്ക് എത്രയാണെന്ന് ചിലപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്ത് കിട്ടും? നമുക്ക് ആംഗിൾസ് നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 2 സൈഡ് തരാത്തത് ആകെ ഒരു സൈഡേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും വിട്ടളയാം. നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ക്രൈറ്റീരിയ തന്നെ എടുത്ത് നോക്കാം. ASA ക്രൈറ്റീരിയ, ഒരു സൈഡും അതിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് സൈഡുകൾ വരുന്നത്? ഇതിൽ LMഉം അതേപോലെ തന്നെ ZYയും 10 സെൻറ്റിമീറ്റർ വീതം വരുന്നുണ്ട് അല്ലേ? LM 10 സെൻറ്റിമീറ്റർ ആണ്, ZY 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഇനി ആംഗിൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലുള്ള ആംഗിൾസ് വരണം അല്ലേ? അതായത് ആംഗിൾ Mഉം ആംഗിൾ Lഉം വരണം. പക്ഷെ ഇവിടെ നമുക്ക് ആംഗിൾ L തന്നിട്ടില്ല അല്ലേ? എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഒരു ആംഗിൾസിന്റെ സം എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് 60യും ഒന്ന് 40യും ആണ്. അപ്പോൾ എന്താണ്? 60യും 40യും കൂട്ടിയാൽ 100 വരും. ഇത് 3ഉം കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180ന്ന് 100 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. 180ന്ന് 100 മൈനസ് ചെയ്താൽ എന്താണ് വരിക? 80 ഡിഗ്രി ആണ് കിട്ടുക അല്ലേ? ഈ ആംഗിൾ എന്താണ്? 80 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ആംഗിൾ L കിട്ടി. ഇനി ഇതിൽ നോക്കൂ, 2ാമത്തെ ട്രയാങ്കിളിൽ നോക്കൂ. എന്താണ്? ആംഗിൾ Y 80 വരുന്നുണ്ട്, ആംഗിൾ Z 60യും വരുന്നുണ്ട്. നമുക്കത് രണ്ടും പോലെ ഈ ZYൻ്റെ അതേപോലെ ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസ് മതി. 3ാമത്തെ നമുക്ക് കണ്ടെത്തണം എന്നില്ല. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ലായിരുന്നു? ആംഗിൾ L തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾസിൻ്റെ സം വെച്ചിട്ട് നമ്മളത് കണ്ടെത്തേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? ആംഗിൾ L എന്താണ്? 80 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ Y എന്താണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ആംഗിൾ M എന്താണ്? 160 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ആംഗിൾ Z ഉം 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ട്രയാങ്കിൾ LMNഉം അതേപോലെ തന്നെ ട്രയാങ്കിൾ XYZഉം എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഏത് ക്രൈറ്റീരിയ ആണ്? ASA ക്രൈറ്റീരിയ. അതായത് ആംഗിളും ഒരു സൈഡും അതിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസും അല്ല, ഈ 2 ഈ ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 ജോഡി ട്രയാങ്കിൾസ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഏതാണ്? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRഉം അതേപോലെ തന്നെ ട്രയാങ്കിൾ LMNഉം ട്രയാങ്കിൾ XYZഉം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതേപോലത്തെ ഒരു ഹോംവർക്ക് മിസ് തരാം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കും.